KFC വായ്പാ ക്രമക്കേട് കേസിൽ ED PV അൻവറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ചോദ്യം ചെയ്യൽ 10 മണിക്കൂർ പിന്നിട്ടു. കൊച്ചിയിലെ ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നിതിൻ, വലിയൊരു ക്രമക്കേട് നടന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ ഉയർന്നിരുന്നു. ഇപ്പോൾ 10 മണിക്കൂർ ചോദ്യം ചെയ്യൽ പിന്നിട്ടിരിക്കുന്നു. നിർണായക വിവരങ്ങൾ ലഭിച്ചോ? മറ്റു വിവരങ്ങൾ? രാവിലെയാണ് PV അൻവർ കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. ആദ്യം ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയപ്പോൾ എത്താനാകില്ല എന്ന് PV അൻവർ അറിയിച്ചിരുന്നു. പിന്നീട് ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു PV അൻവറിന് നോട്ടീസ് നൽകിയത്. പക്ഷേ ഇന്നലെ PV അൻവർ ഹാജരായില്ല. പകരം ഇന്ന് രാവിലെ 9:30-ക്കാണ് PV അൻവർ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. അതായത് ഈ KFC വായ്പാ തട്ടിപ്പ് കേസിൽ വലിയ തോതിലുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ED പറയുന്നത്. MLA ആയിരുന്ന കാലഘട്ടത്തിൽ ബിനാമി പേരുകളിലും ഒരേ വസ്തു തന്നെ ഈട് വെച്ചും ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും കൃത്രിമം നടത്തി വായ്പ എടുത്തു എന്നാണ് കേസ്. ഒപ്പം തന്നെ ബിനാമി ഇടപാടുകൾക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ED വൃത്തങ്ങൾ പറയുന്നത്. ഡ്രൈവറിന്റെയും ബന്ധുക്കളുടെയും പേരിൽ വായ്പ എടുത്ത ശേഷം മറ്റു ബിസിനസ്സുകൾക്ക് വായ്പാ തുക ഉപയോഗിച്ചുവെന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബിനാമികളെ നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. അൻവറിന്റെ വീട്ടിലടക്കം 6 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഒതായിലെ വീട്ടിൽ 14 മണിക്കൂർ റെയ്ഡ് നടത്തിയതടക്കം 6 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ റെയ്ഡ് നടത്തിയിരുന്നു. 2016 മുതൽ 2021 വരെ MLA ആയിരുന്ന കാലഘട്ടത്തിൽ 50 കോടി രൂപയുടെ വർധനവ് അൻവറിനുണ്ടായിട്ടുണ്ടെന്നും ഇതിന്റെ സോഴ്സ് കാണിക്കാൻ അൻവറിനായിട്ടില്ല എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്.